ഇന്ന് 2024 ജൂൺ മാസം 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗവിദ്യയുടെ ഈശ്വരനായ സാക്ഷാൽ യോഗീശ്വരന് പ്രണാമം. 2014 സെപ്റ്റംബർ മാസം 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയിലെ യോഗ ആഗോളാടിസ്ഥാനത്തിൽ യോഗാ ദിനം കൊണ്ടാടണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് UN പൊതുസഭ അംഗീകരിക്കുകയും 2015 ജൂൺ മാസം 15 അത് അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ വർഷവും ജൂൺ മാസം 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. എല്ലാ വിദേശ രാജ്യങ്ങളിലും രാവിലെ തന്നെ യോഗയുടെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ യോഗയും നടക്കുകയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന മുഹൂർത്തമാണ്. യോഗ എന്നത് കേവലം ഒരു എക്സസൈസ് എന്ന നിലയിലേക്ക് കാണരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പ്രിയോർ വേദിക് പീരീഡ്, വേദകാലത്തിനു മുമ്പ് തന്നെ ഭാരതത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അനന്തമായ അവാച്യമായ ബന്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു ധ്യാന രീതിയും പരിചരണവുമാണ് യോഗ. യോഗയുടെ ഈശ്വരനായിട്ട് സാക്ഷാൽ യോഗീശ്വരനെയാണ്, മഹാദേവനെയാണ് ഭാരതീയർ കൽപ്പിച്ചിരുന്നത്. യോഗയുടെ സമാപ്തിയിൽ ഭഗവാൻ കൈലാസത്തിൽ ആനന്ദ നടനമാടുന്നു എന്ന് പോലും പ്രാചീന ഭാരതീയരെ പറഞ്ഞിരുന്നു. അതിനുശേഷം യോഗയ്ക്ക് ഒരു നിയത രൂപം നൽകിയത് മഹർഷിവര്യനായ പതഞ്ജലിയാണ്. അദ്ദേഹത്തിന്റെ യോഗസൂത്രത്തിൽ യോഗയുടെ വ്യത്യസ്ത തലങ്ങളും അത് മനുഷ്യ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും വരുത്തുന്ന ചലനങ്ങളും വളരെ ഹൃദ്യമായി ആവിഷ്കരിക്കുന്നുണ്ട്. പ്രകൃതി പുരുഷ ബന്ധത്തിലൂടെയാണ് ഉദാത്തമായ ജീവിതം ഉണ്ടാകുന്നത്. അതിന്റെ സാക്ഷാൽ ഉദാഹരണമാണ് മഹാദേവൻ. മഹാദേവന്റെ ശരീരത്തിലേക്ക് നോക്കൂ. മനോഹരമായ ശിരസിൽ ചന്ദ്രകല, ഗംഗാനദി, പാമ്പ്, അതിനുശേഷം ശൂലം, കടുംതുടി, പുലിത്തോല്, താഴെ ഇഴജന്തുക്കൾ, സർവത്ര ശരീരത്തിൽ ഭസ്മ പൂശിയ അവസ്ഥ. ഇപ്രകാരം പ്രകൃതിയിലെ സകല ചരാചരങ്ങളും പ്രകൃതിയും മനുഷ്യനും വിലയം പ്രാപിക്കുന്ന ഒരു സമ്പൂർണമായ പ്രകൃതി ദേവനാണ് സാക്ഷാൽ പരമശിവൻ. സംഗീതവും യോഗയും എല്ലാം കൂടി ചേരുമ്പോൾ ശ്രുതിലയ താള നിബദ്ധമായ ഒരു സിംഫണി നമ്മുടെ ചുറ്റുവട്ടത്തും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാകുന്നു. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വളരെ ഭംഗിയായ നിലയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. മനസ്സിന് ശാന്തി ലഭിക്കുമ്പോൾ അത് ആത്മീയ ചൈതന്യത്തെ ഉണർത്തുവാൻ പര്യാപ്തമായി തീരുന്നു. അങ്ങനെ പ്രകൃതിയും പുരുഷനും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഹൃദ്യമായ ബന്ധത്തിന്റെ ആവിഷ്കാരമാണ് യോഗ. യഥാർത്ഥത്തിൽ പാർവതീ ദേവി ശക്തിയാണ്. ശിവശക്തി സംയോഗം, അതാണ് പ്രകൃതി പുരുഷ ബന്ധമെന്ന് ഭാരതീയർ സങ്കല്പിച്ചിരുന്നത്. യോഗാ ദിനത്തിൽ മഹാദേവന്റെ ആ ചൈതന്യത്തെ നമ്മൾ തീർച്ചയായിട്ടും സ്മരിക്കണം. ഒപ്പം ഇന്ന് ജൂൺ മാസം 21 അന്താരാഷ്ട്ര സംഗീത ദിനം കൂടിയാണ്. സംഗീതം ശ്രുതിലയ താള നിബദ്ധമാണ്. 8 രാഗങ്ങളിൽ പാടിയിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാരും മനോഹരമായ ഗാനങ്ങൾ ഭാരതത്തിന് കാഴ്ചവെച്ച സ്വാതി തിരുനാളും ഇരയിമ്പൻ നമ്പിയും എല്ലാം നമ്മുടെ അന്തരംഗത്തിലേക്ക് ഓടിയെത്തുന്ന മഹത്തായ ഒരു ദിവസമാണ് അന്താരാഷ്ട്ര സംഗീത ദിനം.
അപ്പോൾ സംഗീതവും യോഗയും സമന്വയിച്ചുള്ള ഒരു പഠന രീതി ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കടന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. വേദന വേദന ലഹരി പിടിക്കും, വേദന ഞാനതിൽ മുഴുകട്ടെ, മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ എന്ന് പാടിയ മഹാനായ ചങ്ങമ്പുഴയുടെ നാടാണിത്. നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് മാറുന്ന ഒരു വലിയ വിപത്തിന്റെ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ലഹരി വിമുക്ത ക്ലബ്ബുകളല്ല നമുക്ക് ആവശ്യം, സംഗീതം തന്നെ ലഹരിയായി മാറണം. അപ്പോൾ സംഗീതവും യോഗയും കൂടിച്ചേർന്ന ക്ലാസുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനിവാര്യമാണ്. മോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ഈ ഭാരതീയ പ്രാർത്ഥനാ രീതിയെ, ധ്യാന രീതിയെ, ശരീരചലനങ്ങളെ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പോലും ഇതിന്റെ എല്ലാം നാഥനായ സാക്ഷാൽ യോഗീശ്വരൻ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും കുളിർമ പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.